2021 സെപ്റ്റംബറിൽ ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് നേടിയ മലയാളിയാണ് ജീമോൻ പന്യമാക്കൽ. 2021 സെപ്റ്റംബറിൽ ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് നേടിയ മലയാളിയാണ് ജീമോൻ പന്യമാക്കൽ. അദ്ദേഹം ശ്രീ ചിത്ര തിരുനാൾ മെഡിക്കൽ കോളേജിലെ ഒരു ഫാക്കൽറ്റിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ്, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കൊടുക്കുന്ന ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് കിട്ടുന്നു. അപ്പോൾ കണക്ട് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ശാന്തനായ മകൻ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ നമ്മൾ എന്താ പറയുക, കോഡൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വലിയ പാടാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അപ്പോൾ പേരുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിവൈസ് ചെയ്യണം. ഒരു പ്രാവശ്യമെങ്കിലും റിവൈസ് ചെയ്താലേ പറ്റൂ. അപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ പിന്നെ നമ്മളത് മറക്കില്ല. വ്യോമ നിരീക്ഷണം ശക്തമാക്കാൻ ഉദ്ദേശിച്ച് 6 പുതിയ നിരീക്ഷണ വിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള പദ്ധതിയുടെ പേരാണ് ആകാശത്തും കണ്ണുകൾ. അപ്പോൾ നിരീക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ, അപ്പോൾ നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, 6 പുതിയ നിരീക്ഷണ വിമാനങ്ങൾ സ്വന്തമാക്കുന്നു ഇന്ത്യ. അപ്പോൾ അതിൻ്റെ പേരാണ് ആകാശത്തും കണ്ണുകൾ. ഓക്കെ, അപ്പോൾ 6 നിരീക്ഷണ വിമാനങ്ങളാണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഒരു പഴഞ്ചൊല്ലി കേട്ടില്ലേ, അട്ടക്കാറ് കണ്ണ് കണ്ടവൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതും ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഓർത്ത് വെച്ചോളാം, 6 നിരീക്ഷണ വിമാനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഖബർ എന്ന നോവൽ രചിച്ചത് KR മീര. ഖബർ എന്ന നോവൽ രചിച്ചത് KR മീര. അപ്പോൾ KR മീരയുടെ ആരാച്ചാർ എന്ന് പറയുന്ന നോവൽ നമ്മൾ ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ, അവാർഡ്സ് ഒക്കെ കിട്ടിയ നോവലാണ്. എന്താണ്, ആരാച്ചാർ, KR മീരയുടെ ആരാച്ചാർ. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുക. ഖബർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ മറവാടുന്ന സ്ഥലത്തിനെയാണ് ഖബർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആരാച്ചാർ എന്ത് ചെയ്യുന്നു, കൊന്നു കഴിയുമ്പോൾ ഖബറിലടക്കുന്നു. 2021 സെപ്റ്റംബറിൽ അന്തരിച്ച ലിവർപൂൾ ഫുട്ബോൾ ക്ലബിന്റെ ഇതിഹാസ താരമാണ് റോജർ ഹണ്ട്. ലിവർപൂൾ ഫുട്ബോൾ ക്ലബാണ് റോജർ ഹണ്ട്. ഹണ്ടിൻ്റെ ക്ലബ്ബാണ് ലിവർപൂൾ ഫുട്ബോൾ ക്ലബ്ബ്. അപ്പോൾ അത് രണ്ടും ഓർത്തിരിക്കുക. ലിവർപൂളിൻ്റെ താരമാണ് റോജർ ഹണ്ട്. അതിപ്പോൾ കണക്ട് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ, ലിവർ എന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളറല്ലേ, അപ്പോൾ ലിവർ റെഡാണ്, അതുപോലെ റോസാപ്പൂ റെഡാണ് എന്നാ, അങ്ങനെ കണക്ട് ചെയ്യുക. ലിവർപൂൾ ഫുട്ബോൾ ക്ലബിൻ്റെ ഇതിഹാസമാണ് റോജർ ഹണ്ട്. സ്വന്തം ഹൈക്കോടതിയുള്ള ഏക കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. ജമ്മു കാശ്മീരിനും ലഡാക്കിനും പൊതു ഹൈക്കോടതിയാണ് ഉള്ളത്. അപ്പോൾ ജമ്മു കാശ്മീരിന് എന്താണ്, സ്വന്തമായിട്ട് ശ്രീനഗറിൽ ഹൈക്കോർട്ട് ഉണ്ടെന്ന് പറയാമെങ്കിലും അത് ജമ്മുവിന് മാത്രമുള്ളതല്ല, ലഡാക്കിനും കൂടി ഉള്ളതാണ്. അതുകൊണ്ട് എന്താണ്, സ്വന്തം ഹൈക്കോടതി, അതായത് ആ ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന് മാത്രമായിട്ട് ഒരു സ്വന്തം ഹൈക്കോടതിയുള്ള ഏക യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ഡൽഹിയാണ്. ജമ്മുവിനും കാശ്മീരിനും കൂടി അല്ല, ജമ്മുവിനും ലഡാക്കിനും കൂടി പൊതു ഹൈക്കോടതിയാണ് ശ്രീനഗറിൽ ഉള്ളത്. ഫോർമുല 1 കാറോട്ട മത്സരങ്ങളിൽ 100 ഗ്രാൻഡ് പ്രീ വിജയങ്ങൾ സ്വന്തമാക്കി എന്ന റെക്കോർഡിട്ട ആദ്യത്തെ ഡ്രൈവറാണ് ലൂയിസ് ഹാമിൽട്ടൺ. അപ്പോൾ ലൂയിസ് ഹാമിൽട്ടൺ എന്ന് പറയുന്നത് നമ്മളുടെ ചെറുപ്പത്തിൽ തൊട്ട് കേൾക്കുന്ന ഒരു പേരാണ്, ലൂയിസ് ഹാമിൽട്ടൺ എന്ന് പറയുന്നത് അല്ലേ. ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ 100 ഗ്രാൻഡ് പ്രീ വിജയങ്ങൾ സ്വന്തമാക്കിയ വളരെ ഫേമസ് ആയിട്ടുള്ള മികച്ച ഒരു കാറോട്ട അല്ലെങ്കിൽ റേസറാണ് ലൂയിസ് ഹാമിൽട്ടൺ. ശൈശവ വിവാഹം തടയുന്നതിനുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പരിപാടിയാണ് പൊൻവാക്ക്. അപ്പോൾ സാമൂഹികമായിട്ട് ഒരു പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയാണ് പൊൻവാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ശൈശവ വിവാഹം തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സമൂഹ തലത്തിലുള്ള ആളുകളെ സഹകരിക്കാൻ പറയുന്നു. അപ്പോൾ അവർ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പൊൻവാക്കായിട്ട് കരുതാം അല്ലേ. ഒരു പെൺകുട്ടിയുടെ ജീവിതം രക്ഷിക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത് അത് ആ ഒരു വാക്കിന് പൊന്നിൻ്റെ വിലയാണ് അല്ലേ. അപ്പോൾ ഒരു പൊൻവാക്കായിട്ട് അതിനെ ഉപമിക്കാം. വിപണി മൂലധന മൂല്യത്തിൽ $200 മില്യൺ കടക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ കമ്പനി TCS. അപ്പോൾ ഇവിടെ മില്യൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്, ആക്ച്വലി ഇത് ബില്യൺ ആണ്. വിപണി മൂലധന മൂല്യത്തിൽ $200 ബില്യൺ കടക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ കമ്പനിയാണ് TCS. അപ്പോൾ ആദ്യത്തെ കമ്പനി എന്ന് പറയുന്നത് റിലയൻസ് ആണ്. അപ്പോൾ റിലയൻസ് കഴിഞ്ഞ് രണ്ടാമത്തെ കമ്പനി, 200 ബില്യൺ കടക്കുന്ന രണ്ടാമത്തെ കമ്പനി ഏതാണ്, TCS ആണ്. അപ്പോൾ ആദ്യം റിലയൻസ്, പിന്നെ TCS. എന്നാൽ ആദ്യത്തെ ടെക് കമ്പനി ഏതായിരിക്കും, TCS ആയിരിക്കും അല്ലേ, മറ്റത് ടെക് അല്ല. അപ്പോൾ ആദ്യത്തെ ഇന്ത്യൻ ടെക് കമ്പനി ചോദിച്ചു കഴിഞ്ഞാൽ TCS ആണ്. അല്ല, ആദ്യത്തെ കമ്പനി ചോദിച്ചു കഴിഞ്ഞാൽ റിലയൻസ് ആണ്, രണ്ടാമത്തെ ചോദിച്ചു കഴിഞ്ഞാൽ TCS ആണ്.
TCS എന്ന് വെച്ചാൽ ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. അപ്പോൾ ആദ്യം റിലയൻസ് പിന്നെ ടാറ്റ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമായ ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം എവിടെയാണ്? അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ് ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം. അത് നിലവിൽ വന്നിരിക്കുന്നത് റൂർക്കലയിലാണ്. അപ്പോൾ ബിർസ മുണ്ട എയർപോർട്ട് എന്ന് പറയുന്നത് റാഞ്ചിയിലാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ റാഞ്ചിയിലാണ്, ജാർഖണ്ഡിലെ റാഞ്ചിയിലാണ്. എന്നാൽ ഹോക്കി സ്റ്റേഡിയം വരുന്നത് ഒഡീഷയിലെ റൂർക്കേലയിലാണ്. ഹോക്കി സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ ഇത്തിരി ഓടിക്കളിക്കാനുള്ള സ്ഥലമൊക്കെ വേണമല്ലോ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമായ ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം നന്നായിട്ട് ഓടിക്കളിക്കാനൊക്കെ പറ്റുന്ന ഒഡീഷയിലാണ്, റൂർക്കേലയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം, ഇന്ത്യയിലെ എന്നല്ല വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? മോദി സ്റ്റേഡിയം അല്ലേ, പണ്ടത്തെ മൊട്ടേറ സ്റ്റേഡിയം. 2021 സെപ്റ്റംബർ 22 ഗാന്ധിജിയുടെ വ്യക്തി ജീവിതത്തിലെ ഏത് സംഭവത്തിനാണ് 100 വർഷം തികഞ്ഞത്? വേഷവിധാനത്തിലെ മാറ്റത്തിന്. അദ്ദേഹത്തിൻ്റെ വേഷവിധാനത്തിലെ മാറ്റത്തിന് 2021 സെപ്റ്റംബർ 22 വന്നപ്പോൾ 100 വർഷം തികഞ്ഞു. ആസാദി കാ അമൃത് മഹോത്സവിൻ്റെ ഭാഗമായി 75,000 കിലോ ഏലം ലേലം ചെയ്ത സ്ഥാപനമാണ് സ്പൈസസ് ബോർഡ്. അപ്പോൾ സ്പൈസസ് ബോർഡ് അല്ലേ, സ്പൈസസ് ബോർഡിൻ്റെ കീഴിൽ എന്ത് നടക്കുന്നു? ലേലം നടക്കുന്നു. എന്തിൻ്റെ ലേലമാണ്? ഏലത്തിൻ്റെ ലേലമാണ്. കാടമം ഏലത്തിൻ്റെ ലേലമാണ്. എത്ര കിലോയാണ്? 75,000 കിലോ ലേലം. ഈ ഒരു ആസാദി കാ അമൃത് മഹോത്സവം, നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആസാദി കാ അമൃത് മഹോത്സവം പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 75,000 കിലോ ഏലം ലേലം ചെയ്യുന്നു. ആരാണ്? സ്പൈസസ് ബോർഡാണ്. അപ്പോൾ അത് ലേലം ചെയ്തത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറ്റടിയിൽ വെച്ചിട്ടാണ് ഈ ഒരു ലേലം നടക്കുന്നത്. നമ്മുടെ സ്പൈസസ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് പുറ്റടിയിലാണല്ലോ. ഇടുക്കി ജില്ലയിലെ പുറ്റടിയിലാണ് സ്പൈസസ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു ലേലം. അപ്പോൾ ഈ പുറ്റടി സ്പൈസസ് ബോർഡിൽ നിന്ന് കണക്ട് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. സ്പൈസസിൽ പെട്ടതാണല്ലോ കറുവപ്പട്ടയൊക്കെ. അപ്പോൾ കറുവപ്പട്ട എന്നുള്ളതിന് വെച്ചിട്ട് പുട്ടടി അല്ലെങ്കിൽ പുറ്റടി എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. ബഹിരാകാശ ഗവേഷണങ്ങൾക്കായി ഇസ്രോയുമായി കരാറിൽ ഏർപ്പെട്ട ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയാണ് സ്കൈ റൂട്ട് എയറോസ്പേസ്. അപ്പോൾ നമ്മുടെ അമേരിക്കയായിട്ട് സ്പേസ് എക്സ് കമ്പനി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ ആയിട്ട് കമ്പനി ആയിരിക്കുന്ന അല്ലെങ്കിൽ ഇസ്രോ ആയിട്ട് കമ്പനി ആയിരിക്കുന്ന ഒരു കമ്പനിയാണ് സ്കൈ റൂട്ട് എയറോസ്പേസ്. ഓക്കെ, മറ്റേത് സ്പേസ് എക്സ്, ഇത് എയറോസ്പേസ് എന്ന് അങ്ങനെ ഒന്ന് ഓർത്തു വെച്ചോളൂ. അപ്പോൾ ബഹിരാകാശ ഗവേഷണങ്ങൾക്കായിട്ടാണ് ഈ ഒരു സ്വകാര്യ ബഹിരാകാശ കമ്പനി നമ്മുടെ ഇസ്രോയുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നത്. ഇസ്രോയും എയറോസ്പേസുമാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഹൈക്കോടതികളുടെ എണ്ണം 2 നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് ഡൽഹിയിലും ഒന്ന് ശ്രീനഗറിലുമാണ്. ബാക്കിയുള്ള യൂണിയൻ ടെറിട്ടറീസിൻ്റെ ഒക്കെ വരുന്നത് വേറെ വേറെ സ്ഥലങ്ങൾ, സ്റ്റേറ്റ്സിലൊക്കെയാണ്. ഓക്കെ, അപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഹൈക്കോടതികൾ എത്ര എണ്ണമാണ്? 2 എണ്ണമാണ്. ഡൽഹിയിലും ശ്രീനഗറിലുമാണത്. കേരളത്തിലെ എത്രാമത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് പി സതീദേവി? 7ാമത്തെ, അതായത് 7th വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് സതീദേവി. സതീദേവി 7th ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? സുഗതകുമാരിയാണ്. അപ്പോൾ 6ാമതായിട്ട് വന്നതാണ് MC ജോസഫൈൻ. അപ്പോൾ അവർ ഒരു ചെറിയ ഇഷ്യൂസൊക്കെ, ചെറുതല്ല വലിയ ഇഷ്യൂസൊക്കെ കാരണം അവർ റിസൈൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വരുന്നതാണ് പി സതീദേവി. അപ്പോൾ 7th വിമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ അധ്യക്ഷയാണ് പി സതീദേവി. കേരളത്തിലെ ആദ്യത്തെ ജിയോ സെൽ റോഡ് നിർമ്മിച്ചത് എവിടെയാണ്? വിഴിഞ്ഞം തുറമുഖത്താണ്. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യത്തെ ജിയോ സെൽ റോഡ് നിർമ്മിക്കുന്നു. അപ്പോൾ ജിയോ സെൽ റോഡ് എന്ന് വെച്ചാൽ അതൊരു റോഡ് നിർമ്മാണ സാമഗ്രികൾ, അതായത് പ്രത്യേകതരം സാമഗ്രികളാണ്. അതെന്തിനാണ്? മണ്ണൊലിപ്പ് തടയാനും അതുപോലെ ഇടിഞ്ഞു പോവാതിരിക്കാനും ഒക്കെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ റോഡ് ടാർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടൈലൊക്കെ ഇടുമ്പോൾ എന്ത് സംഭവിക്കും? അതിൽ പെട്ടെന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഡീഫോർമേഷൻസ് ഒക്കെ കുറയുന്ന ഒരു സംഭവമാണ് ഇത് ജിയോ സെൽ ഗ്രിഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതരം സാധനം കൊണ്ടിട്ട് നിർമ്മിക്കുന്നതാണ് ഈ ജിയോ സെൽ റോഡ്.
അപ്പോൾ അത് വരുന്നത് വിഴിഞ്ഞം തുറമുഖത്താണ്. അപ്പോൾ വിഴിഞ്ഞം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ വീഴാറായ ഒരു സംഭവത്തെ പോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. അപ്പോൾ അത് നല്ലതായിട്ട് ഉറപ്പിച്ചൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ജിയോ സെൽ റോഡ് നിർമ്മിക്കുന്നു എന്ന് ഓർക്കാം. തമിഴ്നാട് ഗവർണറായി നിയമിക്കപ്പെടുന്നതിന് മുൻപ് RN രവി ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? അപ്പോൾ RN രവി ഇപ്പോൾ ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ്? തമിഴ്നാട് സർക്കാർ ഗവർണറാണ്. തമിഴ്നാട് ഗവർണറാണ് RN രവി. എന്നാൽ ഇദ്ദേഹം മുൻപ് ഏത് സംസ്ഥാനത്തിൻ്റെ ആയിരുന്നു? നാഗാലാൻഡിൻ്റെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ മാറി ഇപ്പോൾ ഇത് കണക്ട് ചെയ്ത് വയ്ക്കുക, എന്താണ്, തമിഴ്നാടും രവിയും. പിന്നെ ഇപ്പോൾ നാഗാലാൻഡിൻ്റെ ഗവർണർ ആരാണ്? ജഗദീഷ് മുഖിയാണ്. നാഗാലാൻഡിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് ജഗദീഷ് മുഖിയാണ്. ഓക്കെ, നാഗം എന്നൊക്കെ പറയുമ്പോൾ മൂർഖൻ എന്നൊക്കെ ഓർത്താൽ ജഗദീഷ് മുഖി എന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കാം. അതുപോലെ തമിഴ്നാടിൻ്റെത് രവിയാണ്. അതുപോലെ തമിഴ് ആക്ടറാണ് ജയം രവി അല്ലേ. ജയം രവിനെ ഓർത്താലും കിട്ടുമെങ്കിൽ അങ്ങനെ ഓർക്കുക. അപ്പോൾ എന്താണ്, ഗവർണറിൻ്റെ പേരാണ് കേട്ടോ. തമിഴ്നാട് ഗവർണറാണ് RN രവി. നാഗാലാൻഡിൻ്റെ ഗവർണറാണ് ജഗദീഷ് മുഖി. അടുത്തതൊരു റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ നേരത്തെ വായിച്ചതാണ്. ആര് രാജിവെച്ചതിനെ തുടർന്നാണ് ചരൺജിത്ത് സിംഗ് ചന്നി 2021 സെപ്റ്റംബറിൽ പഞ്ചാബ് മുഖ്യമന്ത്രിയായത്? അമരീന്ദർ സിംഗ് ആയിരുന്നു പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രി. അദ്ദേഹം രാജിവെച്ചപ്പോൾ വേറൊരു സിംഗ് തന്നെയാണ് വന്നത്. ആരാണ്? ചരൺജിത്ത് സിംഗ് ചന്നി. അപ്പോൾ അവിടെ മിക്കപ്പോഴും സിംഗുമാർ തന്നെയാണ്. ആദ്യം അമരീന്ദർ ആയിരുന്നു, ഇപ്പോൾ ചരൺജിത്ത് ആയിരുന്നു. അപ്പോൾ അമരീന്ദർ, അമരൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മരണത്തെ ജയിച്ച ആളെന്നൊക്കെയാണല്ലേ അമരീന്ദർ, അമരൻ എന്നൊക്കെ പറയുമ്പോൾ. ഇനി ചരൺ എന്ന് പറഞ്ഞാൽ ചരമം ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുക. അമരീന്ദർ കഴിഞ്ഞിട്ട് ചരൺജിത്ത് വന്നു എന്ന് ആലോചിച്ച് വയ്ക്കുക. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിൻ്റെ ഇക്കണോമിക് പോളിസി ടീമിൽ അംഗമായ ഇന്ത്യൻ വംശജനാണ് മൈക്കൽ സി ജോർജ്. അപ്പോൾ കമല ഹാരിസ് ഇന്ത്യൻ വംശജയാണ്. അപ്പോൾ അവരുടെ ടീമിലെ എക്കണോമിക് പോളിസി ടീമിലെ സാമ്പത്തികമായിട്ടുള്ള പോളിസി ക്രിയേറ്റ് ചെയ്യുന്ന ടീമിലെ അംഗമായ ഇന്ത്യൻ വംശജനാണ് മൈക്കൽ സി ജോർജ്. അപ്പം സാമ്പത്തികം എന്ന് പറയുമ്പോൾ നമ്മുടെ മണിയൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്താൽ നമുക്ക് എന്താ വേറെ വഴിയൊന്നും ഇല്ലാന്ന് തോന്നുന്നില്ല. കമലയും മൈക്കിളും ഒക്കെ കണക്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ നല്ല രൂപയ്ക്ക് നല്ല പൈസയ്ക്ക് കമലം എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ താമര അല്ലേ. അപ്പോൾ നല്ല പൈസയ്ക്ക് താമര വിൽക്കുന്നു. എവിടെ? അമേരിക്കയിൽ എന്ത് ചെയ്യുന്നു? താമര വിൽക്കുന്നു. അതെങ്ങനെയാണ്? സൈക്കിളിലാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ ജസ്റ്റ് ഓർത്താൽ മൈക്കിൾ കിട്ടുമെങ്കിൽ അങ്ങനെ പഠിക്കുക. കമല ഹാരിസിൻ്റെ എക്കോണമിക് പോളിസി ടീമിൽ അംഗമായ ഇന്ത്യൻ വംശജനാണ് മൈക്കിൾ സി ജോർജ്. ഗാൽവൻ താഴ്വരയിൽ മരണപ്പെട്ടവർക്കായി ഇന്ത്യൻ കരസേന എവിടെയാണ് സ്മാരകം നിർമ്മിച്ചത്? അപ്പോൾ ചൈനയുടെയും ഇന്ത്യയുടെയും അതിർത്തി നമ്മുടെയാന്ന് പറയുന്നു, അവരവരുടെയാന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു അതിർത്തിയിൽ നിൽക്കുന്ന സ്ഥലമാണ് ഗാൽവാൻ അല്ലേ. ഗാൽവാൻ താഴ്വരയിൽ മരണപ്പെട്ടവർക്കായിട്ടുള്ള ഇന്ത്യൻ കരസേന സ്മാരകം എവിടെയാണ്? ലഡാക്കിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ സ്ഥാപിക്കുന്നില്ല, കുറച്ച് ഇങ്ങോട്ട് നീക്കി ലഡാക്കിലാണ് സ്ഥാപിക്കുന്നത്. പഞ്ചാബ് ഗവർണറായി നിയമിക്കപ്പെടും മുമ്പ് ബൻവാരിലാൽ പുരോഹിത് ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? തമിഴ്നാട്. അപ്പോൾ പഞ്ചാബ് ഗവർണർ ആരാണ്? ബൻവാരിലാൽ പുരോഹിത് ആണ്. എന്നാൽ തമിഴ്നാടിൻ്റെ ഗവർണർ നമ്മൾ നേരത്തെ പറഞ്ഞു RN രവിയാണ്. സിമ്പിൾ നെയിമാണ്, രവിയാണ്. നമ്മുടെ തമിഴിലെ ഫേമസ് ആക്ടറിൻ്റെ പേരാണ്. ഇനി അതിനു മുന്നേ വേറൊരു സ്ഥലത്ത് പറഞ്ഞല്ലോ, നാഗാലാൻഡിലെ ഗവർണർ ആരാണെന്നാണ് പറഞ്ഞത്? മുഖി അല്ലേ, ജഗദീഷ് മുഖി. അപ്പോൾ പഞ്ചാബിൻ്റെത് ബൻവാരിലാൽ പുരോഹിത്, തമിഴ്നാടിൻ്റെത് RN രവി, നാഗാലാൻഡിൻ്റെത് ജഗദീഷ് മുഖി. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം അല്ലേ. പഞ്ചാബ് 5 എന്നല്ലേ അതിൻ്റെ മീനിങ്, 5 നദികളുടെ നാട് എന്നൊക്കെ അല്ലേ. അപ്പോൾ 5 പേര് വരിയായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാലോ, പഞ്ചാബ് 5 പേര് വരിയായിട്ട് നിൽക്കുന്നു അല്ലേ. 5 പേരുണ്ടെങ്കിൽ വരിയായിട്ട് നിൽക്കുന്നു എന്ന് ഓർക്കാം. 2021 സെപ്റ്റംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ഗുലാബ്. ഗുലാബിന് പേര് നൽകിയ രാജ്യമാണ് പാകിസ്ഥാൻ. ഗുലാബ് എന്ന് ആ ഒരു ചുഴലിക്കാറ്റിന് പേര് നൽകിയത് പാകിസ്ഥാനാണ്.
അപ്പോൾ ആ ഒരു ഗുലാബ് എന്ന് ആ പേര് നൽകിയത് പാകിസ്ഥാനാണ്. നമ്മൾ കഴിഞ്ഞ ഒരു പോയിന്റിൽ നമ്മളിങ്ങനെ പഠിച്ചു യാസ് ചുഴലിക്കാറ്റ് എന്ന് അല്ലേ. യാസ് ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഒമാൻ ആണെന്ന് പഠിച്ചു. അപ്പോൾ യാസ് എന്ന് വെച്ചാൽ മുല്ലപ്പൂ എന്നാണ് അർത്ഥം. യാസ്മിൻ എന്നാണ് ശരിക്കും. അപ്പോൾ യാസ് എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂ തന്നെയാണ്. ജാസ്മിൻ മുല്ലപ്പൂ എന്നാണ്. അപ്പോൾ ഒമാൻ എന്ത് ചെയ്തു? യാസ്മിൻ അല്ലെങ്കിൽ യാസ് എന്ന് പേര് കൊടുത്തപ്പോൾ നമ്മുടെ പാകിസ്ഥാൻ എന്ത് ചെയ്തു? ഗുലാബ്, റോസ് എന്നുള്ള പേര് കൊടുത്തു അല്ലേ. 2021 സെപ്റ്റംബറിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ഓസ്കാർ ഫെർണാണ്ടസ് ഏത് സംസ്ഥാനക്കാരനാണ്? കർണാടകക്കാരനാണ്. കർണാടകക്കാരനായ ഓസ്കാർ ഫെർണാണ്ടസ് മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഏത് സംസ്ഥാനക്കാരനാണെന്ന് ചോദിക്കാം. അപ്പോൾ ഏത് സംസ്ഥാനമാണ്? കർണാടകയാണ്. ഓസ്കാർ കർണാടക. ഓക്കെ, രണ്ടിലും കാറുണ്ട്. ഓൺലൈൻ റമ്മി കളി ചൂതാട്ടത്തിന്റെ പരിധിയിൽ വരില്ല എന്ന് 2021 സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. അപ്പോൾ കേരള ഹൈക്കോടതി എന്ത് പറഞ്ഞു? ഓൺലൈൻ റമ്മി കളിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ചൂതാട്ടത്തിന്റെ പരിധിയിൽ പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. 2016 കോമൺവെൽത്തിൽ നിന്ന് പുറത്തു പോവുകയും 2020 വീണ്ടും അംഗമാകുകയും ചെയ്ത രാജ്യമാണ് മാലിദ്വീപ്. അപ്പോൾ 4 വർഷത്തേക്ക് പോയ രാജ്യമാണ് മാലിദ്വീപ് കേട്ടോ. 4 വർഷത്തേക്ക് കോമൺവെൽത്തിൽ നിന്ന് പോയി തിരിച്ചു വന്ന രാജ്യമാണ് മാലിദ്വീപ്. അപ്പോൾ 2016 പോന്നു, തിരിച്ച് 2020 വരുന്നു.